ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം. 28 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 24 പേർ ഭാരതീയരാണ്. 3 പേരെ കാണാതായി. ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും അറിയിച്ചു. അതിനിടെ US നയതന്ത്ര പ്രതിനിധിയെ ഭാരതം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിർണായകമായ സാഹചര്യമാണ്. എന്താണ് നിലവിലെ രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതിഗതികൾ? ഒപ്പം തന്നെ മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഒമാൻ തീരത്ത് ഈ കപ്പലിന് നേരെ US ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് US ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി അത് കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് US ചാർജ് DFS, അതായത് ഉന്നത നയതന്ത്ര പ്രതിനിധിയായ ഭാരതത്തിലെ നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 30 മിനിറ്റോളം നീണ്ട ചർച്ചകളിലാണ് ഈ നയതന്ത്ര പ്രതിനിധിയോട് ഭാരതം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലിലുണ്ടായിരുന്നത് 28 പേരാണ്. ഇതിൽ 4 പേർ വിദേശികളും 24 പേർ ഭാരതീയരുമാണ്. ഇതിൽ 21 ഭാരതീയരെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവെന്നും ബാക്കി 3 പേരെ കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ ഒരാളുടെ ജീവന് വെല്ലുവിളിയുണ്ട്, അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന ചില സൂചനകളൊന്നും സ്ഥിരീകരിക്കാത്ത ചില സൂചനകൾ വരുന്നുണ്ട് എങ്കിൽ കൂടി 3 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് MES സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അത് പലാവൂർ രജിസ്റ്റർ ചെയ്ത കപ്പലാണ്. ഈ കപ്പൽ ബാൻ ചെയ്ത കപ്പലാണ്, അതായത് US കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു കപ്പലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇക്കഴിഞ്ഞ ദിവസവും മാരിവെക്സ് എന്ന പലാവുവിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിനെതിരെ ഇത്തരത്തിലൊരു സൈനിക നീക്കം നടന്നിരുന്നു. വീണ്ടും രണ്ടാമതും നടന്ന ഈ സൈനിക നീക്കത്തിൽ ആ കപ്പലിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന കപ്പലിലെ 24 പേരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ കപ്പലിലുണ്ടായിരുന്ന 24 പേരിൽ 21 ഭാരതീയരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ US-ൻ്റെ മിസൈൽ ആക്രമണത്തിൽ കപ്പലിൻ്റെ എഞ്ചിൻ റൂം തകരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. സെറ്റബെല്ലോ എന്ന് പറയുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 21 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താനായത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഭാരതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.